ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു വീഡിയോ നമ്മുടെ ഒരു ഡേ ആൻഡ് മൈ ലൈഫാണ്. ഫുൾ ഡേ ആൻഡ് മൈ ലൈഫാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇതിൽ മെയിനായിട്ടൊരു 2 റെസിപ്പിയാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത്. ഒരു ബട്ടർ ചിക്കൻ്റെയും ബട്ടർ നാനിൻ്റെയും റെസിപ്പിയാണ് കാണിക്കുന്നത്. പിന്നെ ഉമ്മ ഒരു മീൻ കറി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ അതിൽ കാണിക്കണില്ല, കാരണം നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുള്ള കാരണം. അപ്പോൾ കാലത്തെ വീഡിയോ അതേപോലെ ഫുഡ് കഴിക്കണതൊന്നും അങ്ങനെ എടുത്തില്ല. പിന്നെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി നിൽക്കണം. നമ്മൾ കിച്ചണിൽ എല്ലാ പണിയും കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് ക്ലീനാക്കി ഇട്ടാൽ തന്നെ ഒരു സമാധാനമാണ് നമുക്ക് കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ. അപ്പോൾ എല്ലാ പാത്രങ്ങളും കൂടിയിട്ട് കഴുകണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റിലാണ് കേട്ടോ ഇങ്ങനെ കഴുകിയിട്ട് എല്ലാതും ഇങ്ങനെ നമ്മളിങ്ങനെ കമഴ്ത്തി വെക്കും. അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വെള്ളവും വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാത് സ്ഥാനത്തേക്ക് എടുത്ത് വെക്കലാണ്. അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങൊക്കെ ഇതാ ഒരുവിധം എല്ലാം അവസാനിച്ച്. ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കുന്നുണ്ട്, മീൻ കറി. അപ്പോൾ ആ മീൻ കറിയിലേക്ക് ആവശ്യമായിട്ട് ഇപ്പോൾ ഇതാ ഉമ്മ അവിടെ ചെറിയുള്ളി കഴുകി വൃത്തിയാക്കുന്നുണ്ട് മൂപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ എങ്ങനെ വെച്ചുള്ളതിൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. ഞാൻ വേറൊരു വീഡിയോയിൽ എൻ്റെ എടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളിനി അത് തൂമ്പിക്കാൻ പോവാണ്. നമ്മുടെ വീട്ടിൽ തന്നെ പിന്നെ എന്താ പറയുക, വേപ്പിൻ്റെ ഇലയുള്ള കാരണം പിന്നെ പുറത്തുനിന്ന് അങ്ങനെ വേപ്പിൻ്റെ ഇല വാങ്ങിക്കാറില്ല കേട്ടോ. കൊല്ലങ്ങളായിട്ടുണ്ട് വേപ്പിൻ്റെ ഇലയൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ട്. ഇതാകുമ്പോൾ എന്താ പറയുക, നമുക്ക് വിഷമില്ലാണ്ട് നമ്മളെ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തിലേക്കും യൂസ് ചെയ്യാൻ എന്താ പറയുക, വിഷമില്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇതാ നമ്മളത് താളിച്ച് ചുവന്നുള്ളിയും അതേപോലെ വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അത് താളിക്കലും അങ്ങനെ കഴിഞ്ഞ് പിന്നെ ഞാൻ കഴിഞ്ഞിട്ട് നമ്മൾ ആ പാത്രത്തിൽ തന്നെ മീൻ പൊരിക്കാൻ വെക്കുകയാണ് കേട്ടോ. മീൻ പൊരിക്കാൻ വെക്കുന്ന ടൈമിൽ ഇതേപോലെ എന്താ പറയുക, കുറേ വേപ്പിൻ്റെ ഇല ഇട്ട് കഴിഞ്ഞാൽ ആ മീൻ പൊരിച്ച് ഉള്ളതിനൊരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. മീനുമ്മലാണെങ്കിൽ നല്ലൊരു സ്മെല്ലാണ്. അതേപോലെ ആ ഒരു വേപ്പിൻ്റെ ഇല എടുത്ത് കഴിക്കാനും അത് നല്ലപോലെ ഡ്രൈ ആയിട്ട് എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആ തേങ്ങ ഒരു 5-6 തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ബോക്സിലാക്കിയിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഒരു 10-15 ദിവസത്തേക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കിച്ചണിലത്തെ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു. പിന്നെ മുന്നാക്ക് എക്സാം ഉണ്ട്, ഓണത്തിൻ്റെ എക്സാം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ എക്സാം എന്താ പറയുക, മലയാളം കുറച്ച് ബാക്കിലേക്കാണ്. അപ്പോൾ മലയാളം എഴുതി പഠിപ്പിക്കുകയാണ്. അത് എഴുതി പഠിപ്പിച്ചാൽ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഫ്രഷൊക്കെ ആയി പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ വന്നിരിക്കുമ്പോൾ വെറുംചോറ്
വലിയ ഇഷ്ടമല്ല. അതിപ്പോൾ വെറും ചോറ് അങ്ങനെ കുറച്ച് ബാക്കിലോട്ടാണ് വെറും ചോറ് കഴിക്കാൻ. അപ്പോൾ വെറും ചോറാണെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നിരുന്നത്. നോക്കുമ്പോൾ ഉമ്മ എന്ത് ചെയ്ത് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് നെയ്ച്ചോറിൻ്റെ അരിയും ഉണ്ടായിരുന്നത് ഉമ്മ ഒന്ന് മിക്സ് ആക്കിയിട്ട് അവനക്ക് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അവൻ വിചാരിച്ചിട്ടില്ല ഇത് വെറും ചോറാണെന്ന് വിചാരിച്ചിട്ടാണ് അവൻ വന്നിരിക്കണത്. അപ്പോൾ ഞാനും മുന്നേയും കൂടിയിട്ട് ഇരുന്ന് ഫുഡ് കഴിച്ച് ഉമ്മയും ഇപ്പൊക്കെ നേരത്തെ കഴിച്ചിട്ടാണ്. ഞങ്ങളെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും അവർ കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പാത്രമൊക്കെ ക്ലീനാക്കി വെച്ച് അങ്ങനെ എല്ലാ പണിയും കിച്ചണിലത്തൊക്കെ കഴിഞ്ഞിട്ടാ. അപ്പോൾ കുറച്ച് പുറത്ത് വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മോൻ്റെ ഷൂസ് ഒന്ന് പുറത്ത് വെയിലത്ത് വെക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കാർ പോർച്ചിൻ്റെ മേലേക്ക് ഒന്ന് പോവുകയാണ്. അപ്പോൾ നല്ല വെയിലാട്ടോ, അവിടെ പെട്ടെന്ന് വെയിൽ വരും. അപ്പോൾ അതവിടെ വെച്ചിട്ട് നമ്മൾ പോരുകയും ചെയ്തിട്ടാണ്. അപ്പോൾ ഒന്ന് കുറച്ച് നേരം റൂമിലിരിക്കുമ്പോഴത്തേനും നല്ല മഴയും വന്ന് നല്ല വെയിലുണ്ടായിരുന്നതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയും വന്ന്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇന്ന് രാത്രിക്കലേക്ക് ബട്ടർ നാനും ബട്ടർ ചിക്കനും ഉണ്ടാക്കാൻ വെച്ചുള്ളത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 2 കപ്പ് പാല്, ഒരു കുറച്ച് ചൂടായിട്ടുള്ള പാലാണ് കേട്ടോ. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ ഈസ്റ്റ് ഇട്ടിട്ട് അതൊന്ന് കലക്കിയിട്ട് ഒന്ന് പൊന്താൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അതിതാ നമ്മളൊന്ന് ഇളക്കി ഒന്നത് സൈഡിലേക്ക് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ബട്ടർ ചിക്കന് മസാല പുരട്ടി വെച്ചു. അപ്പോൾ ഇപ്പം തന്നെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ അതിലേക്കിടാൻ കുറച്ച് മുളകും പൊടിയും അതുപോലെ നമ്മുടെ മസാല ഗരം മസാലയും പിന്നെ കുറച്ച് ഉപ്പും പിന്നെ തൈര്. ഈ തൈര് നമ്മൾ വീട്ടിലുണ്ടാക്കിയ തൈരാണ് കേട്ടോ. മറ്റേ കട്ടിയുള്ള തൈര്, നമ്മൾ പുളിയില്ലാത്ത തൈരുണ്ടല്ലോ, അതാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ വീട്ടിലുണ്ടാക്കിയ കാരണം ഇതിൽ പുളിയില്ല. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടിയിട്ട്, വേറെ ഒന്നും വേണ്ട കേട്ടോ അതിലേക്ക്, ബാക്കി ഇത്രയൊക്കെ തന്നെ മതി. ഇനി നമ്മളിത് ഒന്ന് നല്ലപോലെ മിക്സാക്കിയിട്ട് അത് കായം പുരട്ടി വെക്കുക. എത്ര നേരം ഇരിക്കണം അത്രയും നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് ഇതിലേക്ക് ഇപ്പോൾ കയറി പിടിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടും. അപ്പോൾ അതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് പിന്നെ നമ്മളിതാ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാലിൻ്റെ മിക്സ് ഇതാ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മൈദപ്പൊടി ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ 2 കപ്പ് പാല് എടുത്തിട്ടുണ്ടായിരുന്നു. ആ 2 കപ്പ് പാലിലേക്ക് 4 കപ്പ് മൈദയാണ് നമ്മളിപ്പോൾ ഇത് ഇടുന്നത്. 250ൻ്റെ കപ്പാണ് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ട് 4 കപ്പ് ഇട്ട് പിന്നെ കുറച്ച് ഉപ്പും അതേപോലെ തന്നെ തൈരും ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സാക്കി വെക്കുക. കുറച്ച് ലൂസിൽ ഈ ഒരു സംഭവം കുഴച്ചേക്കണം, നല്ല ഹാർഡാക്കിയിട്ട് കുഴച്ചേക്കരുത്. അപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ട് വേണം കേട്ടോ ഈ ഒരു ഡോ കുഴച്ച് വെക്കാൻ. അപ്പോൾ ഇതാ നല്ല പോലെ ഒന്ന് മിക്സാക്കുക. എന്നിട്ട് ഇതേപോലെ വെള്ളം പോലെ ആവില്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് പുറത്തേക്ക് എടുത്തിട്ടിട്ട് കുറച്ച് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് നല്ല പോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് എത്ര കുഴ കൂടണോ അത്രയും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഈ ഒരു ബട്ടർ നാൻ കിട്ടും കേട്ടോ, നല്ല കുഴ കൂടുന്നതിനനുസരിച്ചിട്ട്. പിന്നെ ഇനി അത് നമ്മളൊന്ന് പൊന്താൻ വേണ്ടി വെക്കണം. അപ്പോൾ ആ പാത്രത്തിലേക്ക് തന്നെ വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് അധികം തേച്ച് കൊടുക്കുക. പിന്നെ അതൊന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ബട്ടർ നാനിലുള്ള ഡോ സെറ്റായിട്ടുണ്ട്. ഇനി അതൊന്ന് ഇതേപോലെ ഒരു ടർക്കി ഇട്ടിട്ട് അതൊന്ന് നമ്മൾ മൂടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ച് പിന്നെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. മുന്നേ കുറച്ച് നേരം കിടത്തി ഉറക്കി, ഞാനും കുറച്ച് നേരം കിടന്ന്. അപ്പോൾ നല്ല മഴ പുറത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എണീച്ച് പിന്നെ അവൻ്റെ ഇപ്പോൾ ആ ബാസ്കറ്റ് ബോളാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. അപ്പോൾ ആ കളിയൊക്കെ അവനവിടെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആദ്യം കളിക്കുകയാണ്. പിന്നെ എന്താ പറയുക, നമ്മളിപ്പോൾ കഴിഞ്ഞ് ഉച്ചരിയാണ് നേരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേനും കുറച്ച് വെയിലൊക്കെ വന്ന് മഴയൊക്കെ ഒന്ന് നിന്ന്
ഇത് നമ്മൾ സാധാ നോർമൽ ഒരു കേക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ ഉമ്മ. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുക. നമുക്കിപ്പോൾ ഈ ഒരു ഈവനിങ് ടൈമിലൊക്കെ ടീയിലേക്ക് കുടിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അത് കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മളിഞ്ഞ് കറി ഉണ്ടാക്കി വെക്കാൻ പോവാണ്. കറി നേരത്തെ കൊടുക്കണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സെറ്റ് ആവുമല്ലോ. അപ്പോൾ കുറച്ച് ബട്ടറും അതേപോലെ ഓയിലും ഒഴിച്ചിട്ട് ഒന്ന് ചിക്കൻ പൊരിച്ചെടുക്കുകയാണ്. നമ്മൾ ബട്ടർ ചിക്കൻ ആകുമ്പോൾ എല്ലാം യൂസ് ചെയ്യണേൽ കുറച്ച് ശേഷം ബട്ടർ ചേർക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് പിന്നെ എന്ത് ചെയ്തു, നമ്മൾ മസാല കൂട്ടുകയാണ് അതിന് വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ആ ഓയിലിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടു. പിന്നെ ഇതേപോലെ നല്ല കുഞ്ഞു കുഞ്ഞേതാക്കി ചോപ്പാക്കി വെച്ചിട്ടുള്ള ഓണിയനും ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ അതിലേക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വെന്ത് വരുമ്പോൾ പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും അതേപോലെ ഇഞ്ചിയുടെയും പേസ്റ്റാണ്. അപ്പോൾ അതും ഇട്ടിട്ട് നല്ലപോലെ വഴറ്റുക. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ അപ്പുറത്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഭാഗം വെന്തുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്ത ഭാഗം മറിച്ചിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് പിന്നെ തക്കാളി, ഒരു 2 വലിയ തക്കാളി, അപ്പോൾ അതും ഇതേപോലെ കുഞ്ഞിയതാക്കിയിട്ട് കാരണം കുഞ്ഞിയതാക്കുമ്പോൾ പെട്ടെന്ന് വേവും ചെയ്യും. നമുക്കിതൊരു മിക്സ് ആക്കി എടുക്കുകയും വേണ്ടേ, അപ്പോൾ പെട്ടെന്ന് വേവും കൂട്ടാം. പിന്നെ അതിലേക്ക് മെയിനായിട്ട് വേണ്ടത് കാഷ്നട്ടാണ്. അപ്പോൾ കാഷ്നട്ട് ഇട്ടിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇനി അതിലേക്ക് ബാക്കിയുള്ള മസാലപ്പൊടികൾ ഇടുക. കുറച്ച് ഗരം മസാല, അതേപോലെ കുറച്ച് മുളകും പൊടി, പിന്നെ കുമിൻ്റെ പൗഡറും ഇടുക. അത് കഴിഞ്ഞാൽ ഒന്നുപോലെ ആ മസാല മണമൊക്കെ ഒന്ന് മാറണ വരെ ഒന്ന് ആക്കിയെടുത്തിട്ട് പിന്നെ അതൊന്ന് ഓഫ് ചെയ്തിട്ട് വെക്കുക. കാരണം നമുക്കിത് അടിച്ചെടുക്കല്ലേ വേണ്ടത്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് നല്ല ചൂട് പോയതിന് ശേഷം മാത്രം അടിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് നമുക്ക് പെട്ടെന്ന് തെറിച്ച് മേത്തൊക്കെ ആവും. അപ്പോൾ ഇതാ നല്ലപോലെ അതിൻ്റെ ചൂടൊക്കെ വിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മസാല അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എത്ര കൊണ്ട് പേസ്റ്റ് ആവണം അത്രയും നല്ല പോലെ പേസ്റ്റ് ആക്കിയിട്ട് ഇത് എടുക്കണം കേട്ടോ. ഇനി നമുക്ക് മസാല സെറ്റാക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ആ ഒരു ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്ന ഓയിലും നെയ്യും മറ്റേ ബട്ടറും ഉണ്ടായിരുന്നില്ലേ, അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് യൂസ് ചെയ്തത് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് മുളകും പൊടി ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ആ മറ്റേ മിക്സ് ഉണ്ടല്ലോ, ആ ഒരു മിക്സും കൂടിയിട്ട് പെട്ടെന്ന് നല്ലപോലെ അങ്ങനെ കൈ വിടാണ്ട് ഇളക്കിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് അടി പിടിച്ചിട്ട് ഇതാവും. പിന്നെ നമുക്ക് എത്ര പോരം വെള്ളം വേണം, ഓവർ വെള്ളം ഈ ഒരു കറിക്ക് വേണ്ട കേട്ടോ. ഓവർ വെള്ളമായി കഴിഞ്ഞാൽ ആ ഒരു ബട്ടർ ചിക്കൻ്റെ ഒരു ടേസ്റ്റ് പോവും. അപ്പോൾ ഇതാ നമ്മൾ മസാല സെറ്റായി വന്നപ്പോൾ നമ്മൾ മുന്നേ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കനും കൂടെ ഇതിലേക്ക് എടുത്തിട്ട് ഇനി ചിക്കൻ ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കുക. പിന്നെ ഒന്നൊരു തിള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ ഇട്ടതിന് ശേഷം തിള വന്നു കഴിഞ്ഞാൽ കുറച്ച് കസൂരി മേത്തിയും അതേപോലെ കുറച്ച് ബട്ടറും പിന്നെ ഫ്രഷ് ക്രീമും ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഇളക്കുക. അതല്ലെങ്കിൽ അതേപോലെ മൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ചിക്കൻ ഓക്കെ ആയിട്ടോ. അപ്പോൾ ഇത് നമ്മൾ മഗ്‌രിബിൻ്റെ മുന്നേ തന്നെ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിസ്കരിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ എന്തായാലും രണ്ടും കൂടിയിട്ട് നമുക്ക് ആ നേരത്ത് നടക്കില്ല. പിന്നെ കറി മുന്നേ കൂട്ടി വെക്കുകയാണെങ്കിലും നല്ലൊരു ടേസ്റ്റും വരും. പെട്ടെന്ന് തന്നെ അത് എടുത്ത് കഴിക്കുമ്പോൾ ഒരു കറിക്കും ടേസ്റ്റ് ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ആ നിസ്കാരം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ നമ്മൾ ആ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ഡോ അടിപൊളിയായിട്ട് നല്ല പോലെ പൊന്തി വന്നിട്ടാ. ഇനിയിപ്പോൾ അതൊന്നും എടുത്തിട്ട് ഇതേപോലെ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ കുറച്ചും കൂടെ പൊടി ഇട്ടിട്ട് അത് നല്ല പോലെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. അത് കുഴച്ചെടുത്തതിന് ശേഷം ഒന്ന് നീളത്തിൽ ഇങ്ങനെ നമ്മൾ പരത്തുക. നീളത്തിൽ പരത്തിയിട്ട് ഒരേ വലുപ്പത്തിലാക്കിയിട്ട് ഇനി നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കണ്ടുള്ളൂ. അപ്പോൾ എത്ര നീളത്തിൽ പരത്തുമോ അത്രയും നീളത്തിൽ പരത്തിയിട്ട് നമ്മൾ പിന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഇനി ഓരോ കട്ട് ചെയ്തതും നമ്മളൊന്ന് ബോൾ പോലെ ആക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ റെസ്റ്റ് ചെയ്താൽ വെച്ചത് എടുത്തിട്ട് ഓരോന്ന് പരത്തിയാൽ മതി. പിന്നീട്
നല്ല വലുപ്പത്തിൽ പരത്തിയിട്ട് നമുക്കിതിപ്പോൾ ഇങ്ങനെ സ്ക്വയർ ആക്കിയിട്ടും അതേപോലെ ട്രയാങ്കിളൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇത് മുറിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ, അതേപോലെ വല്ല ട്രയാങ്കിൾ ഷേപ്പ് ആണെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കുക. അപ്പോൾ അതാ നല്ല പോലെ നമ്മുടെ ഈ ഒരു നാന് പൊന്തി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പൊന്തി വന്ന് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിമേ ബട്ടർ ഒന്ന് മെൽറ്റാക്കിയിട്ട് വെക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ബട്ടർ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബട്ടർ നാൻ റെഡിയാണ്. അപ്പോൾ ഈ ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയും അതേപോലെ ബട്ടർ നാനും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയുള്ള മെയിനായിട്ട് നമ്മളിപ്പോൾ ഈ ഒരു 2 റെസിപ്പിയുടെ വീഡിയോ ആണ്. പിന്നെ 2 റെസിപ്പി ഉണ്ടായിരുന്നല്ലോ, ഒരു ചിക്കൻ മീൻ കറിയുടെയും അതേപോലെ കേക്കിൻ്റെയും വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഒക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.